ഇപ്പം അച്ഛനമ്മയും ഇല്ലാതെ വളരുന്ന മക്കളില്ലാടാ. അവർക്ക് ഞാനൊരു ആശ്വാസമാവും. ഒരു മോനായാലും ഒരു മോളായാലും രണ്ടായാലും മൂന്നായാലും ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഈ സമൂഹത്തിൽ ഈ പണം ഉണ്ടെങ്കിലേ സ്വർണ്ണം ഉണ്ടെങ്കിലേ ഒരു കുഞ്ഞിനെ വളർത്താൻ കഴിയുന്നൊന്നുമില്ലല്ലോ. അന്നന്ന് പണിയെടുത്ത് ജീവിക്കുന്നവർക്ക് ഒരു കുഞ്ഞിനെ എന്തായാലും നോക്കാൻ പറ്റൂലേ. മുൻപ് നോക്കിയിട്ടുണ്ടോ ഈ അഡോപ്ഷൻ? അഡോപ്ഷൻ ഇപ്പോൾ കൊടുത്തിട്ട് ഇപ്പോൾ 1 വർഷത്തിലധികമായി. അവർ ഇതുവരെ അതിനെക്കുറിച്ചൊന്നും അറിയില്ല ശരിക്കും. അവർ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഇങ്ങനെ ഉണ്ടത്ര, പെൻഡിങ്ങിലുണ്ടത്ര. പക്ഷെ എന്നാലും ഒരു കുഞ്ഞിനെ എന്തായാലും നമുക്ക് രണ്ടാൾക്ക് വേണം. അപ്പോൾ എന്തായാലും അഡോപ്ഷന് കൊടുത്തത്. അതുമല്ല ഇനി നമുക്ക് രണ്ടാൾക്ക് കുട്ടികളാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞതാണ്. അപ്പോൾ ഇപ്പം അച്ഛനമ്മയും ഇല്ലാതെ വളരുന്ന മക്കളില്ലാടാ. അവർക്ക് ഞാനൊരു ആശ്വാസമാവും. ഒരു മോനായാലും ഒരു മോളായാലും രണ്ടായാലും മൂന്നായാലും ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. വീട്ടിലൊക്കെ സംസാരിച്ചിരുന്നു ചേട്ടാ? വീട്ടിലൊക്കെ സംസാരിച്ചു. അവരെല്ലാം നല്ല സപ്പോർട്ടാണ്. പിന്നെ എന്ന് പറയണ്ട് വിഷമം അതാണ്. നിങ്ങൾ ഒരുപാട് കുട്ടികൾ അവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മളെ തന്നെ ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട്. ബാംഗ്ലൂരിൽ നിന്നും കുടകിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് ഇങ്ങനെ കുട്ടികളെ അഡോപ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയർ വലിയ പ്രൊസീജിയറാണ്. നമ്മുടെ സാമ്പത്തികമൊക്കെ കാണിക്കണം. അപ്പോൾ അതേക്കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ടുണ്ടോ, സംസാരിച്ചിട്ടുണ്ടോ? ഇപ്പം നമ്മൾ രണ്ടാളെ ഫോണിലേക്ക് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഒരുപാട് സ്ഥലത്തു നിന്ന് ആൾക്കാർ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവർ ചിലവർ മക്കളില്ലാത്തവർ വിളിക്കുന്നുണ്ട്. മക്കൾ ഉണ്ടായിട്ടും വളർത്താൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. പിന്നെ മോളെ നിനക്ക് കാര്യം ശരിയായിട്ടുണ്ടെങ്കിൽ നമ്മളെയും കൂടി പരിഗണിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഏച്ചിമാരായാലും ഏട്ടന്മാരായാലും വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് അങ്ങനെ ഒരു ദൈവം അങ്ങനത്തെ ഒരു അവസരം തന്നിട്ടുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് മറ്റുള്ളവർക്കും കൂടി ഒരു മാതൃക ആവണം എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഈ സമൂഹത്തിൽ നോക്കി ഒരുപാട് ആൾക്കാരുണ്ട് മക്കളില്ലാതെ ജീവിക്കുന്നവർ. ഒരുപാട് ആൾക്കാരുണ്ട്. അവരിതുപോലെ അവർക്ക് ഒരു കുഞ്ഞ് വേണമെന്നൊരു ആഗ്രഹം ഉണ്ടാവില്ലേ. അപ്പം എല്ലാവരെയും കൂടി ഒന്ന് പരിഗണിക്കണം എന്നാണ് പറയാനുള്ളത്. വയനാട് പോവാൻ വിചാരിക്കുന്നുണ്ടോ എപ്പോഴെങ്കിലും? ഉണ്ട്, വിചാരിക്കുന്നുണ്ട്. പോകണം നല്ല ആഗ്രഹമുണ്ട്. ചേച്ചി, ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ച സമയത്ത് അതിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ച ആരെങ്കിലും രംഗത്ത് വരുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഇപ്പോൾ ഈ വീഡിയോ ഇറങ്ങിയ പിന്നെ കുറച്ച് ആൾക്കാർ മോശം കമൻ്റ് ഇടുന്നുണ്ട്. എന്താ വെച്ചാൽ ഈ സ്വത്തില്ലവർക്ക് കൊടുക്കണം, പിന്നെ വീടില്ലവരെ നോക്കണം, സ്വർണം നോക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് കുറച്ച് കമൻ്റെല്ലാം വന്നിട്ടുണ്ട്. അപ്പം ഈ സമൂഹത്തിൽ ഈ പണം ഉണ്ടെങ്കിലേ സ്വർണ്ണം ഉണ്ടെങ്കിലേ ഒരു കുഞ്ഞിനെ വളർത്താൻ കഴിയുന്നൊന്നുമില്ലല്ലോ. അന്നന്ന് പണിയെടുത്ത് ജീവിക്കുന്നവർക്ക് ഒരു കുഞ്ഞിനെ എന്തായാലും നോക്കാൻ പറ്റൂലേ. ഇപ്പം ഈ ദുരന്തത്തിൽപ്പെട്ട മക്കൾ തന്നെ എല്ലാവരും ഒരുപാട് പൈസയുള്ള കൂട്ടത്തിലുള്ള മക്കളല്ലായിരിക്കും. എല്ലാവരും സാധാരണക്കാരായിരിക്കുമല്ലോ ഇപ്പം അച്ഛനമ്മ നഷ്ടപ്പെട്ട മക്കൾ. അപ്പോൾ നമുക്ക് അവരെ നോക്കിക്കൂടെ? നമ്മളാ കഴിയുന്ന പണിയെടുത്ത് നമുക്ക് ആ കുഞ്ഞിനെ വളർത്താൻ കഴിയുന്നതിലൊരു വിശ്വാസം എനിക്കുണ്ട്. എന്തായാലും ഈ കഷ്ടത അനുഭവിക്കുന്ന ആളുകൾക്ക് നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യുക എന്നാണ് ഈ സനീഷ് രമ്യ ദമ്പതികൾ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ. അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം അരുൺ പാറയ്ക്കൽ, 24 കാസർഗോഡ്.